ശ്രീഹരിയം ദശകം 11 ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉത്പത്തി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. വായുമന്ദിരേശനാകും ഭഗവാനെ കേട്ടിടുക, സൃഷ്ടികർമ്മഫലം മെല്ലെ വർദ്ധിക്കും കാലം. സനകാദി മുനീശ്വരർ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു, സാന്ദ്രാനന്ദസ്വരൂപത്തെ വന്ദിച്ചിടുവാൻ. മോക്ഷദായകവും അതിമോഹനവുമായ തവ ഉദ്യാനവും മന്ദിരവും കടന്നു ചെന്നു. അനുപമ ഗുണനിധേ അവിടുത്തെ അപദാനം അവിരാമം പാടിക്കൊണ്ട അവധൂതന്മാർ ഭവനത്തിൽ പ്രവേശിച്ചു ഭഗവാനെ വണങ്ങിടാൻ. ഭക്തജന പൂജിതരാം സനകാദികൾ, ദ്വാരപാലകരാം ജയ വിജയന്മാർ തടഞ്ഞതും കോപം പൂണ്ടു മാമുനിമാർ എല്ലാം നിന്നിഷ്ടം. വൈകുണ്ഠത്തിനപമാനമായ നിങ്ങൾ രണ്ടുപേരും അസുരരായി ജനിക്കട്ടെ എന്നു ശപിച്ചു. വൈകിടാതെ മുനിഗണപാദങ്ങളിൽ വീണു അവർ ശ്രീഹരിസ്മരണയ്ക്കായി വരം ചോദിച്ചു. സ്വഭൃത്യജനത്തിനേറ്റ ആപത്തിനെ അറിഞ്ഞുടൻ ഗരുഡാതിരൂഢനായി അവിടുന്നെത്തി. പങ്കജഹാരമണിഞ്ഞു ലക്ഷ്മീദേവി സമേതനായി പത്മദള നേത്രനായി ഭഗവാനെത്തി. സ്തുതിച്ചിടും സനകാദി മുനിജനഗണത്തിനു കൊതി തിരുവോളം ഭവാൻ ദർശനമേകി. 3 ജന്മം കോപത്തോടെ എന്നെ നിങ്ങൾ ഭജിച്ചിടൂ, ജയ വിജയന്മാരോടു അരുളി ദേവൻ. അവിടുത്തെ ഭൃത്യന്മാരോ കാശ്യപന്റെ മക്കളായി ദിതിഗർഭത്തിങ്കൽ നിന്നും പിറന്നു വീണു. അതിനീച സ്വഭാവവും അതിക്രൂരസ്വരൂപവും 2 യമന്മാരെ പോലെ അവർ വളർന്നു. ഹിരണ്യകശിപുവെന്നും ഹിരണ്യാക്ഷനെന്നുമുള്ള ഇരുവരും സാധുജനദ്രോഹം നടത്തി. ജന്മാന്തരവാസനയാൽ അന്ധരായിത്തീർന്ന അവർ ജഗത്തിനെ ധർമ്മത്തിൽ നിന്നകറ്റി നിർത്തി. എതിർക്കുവാനാരുമില്ല എന്ന മതത്തോടു കൂടി ഹിരണ്യാക്ഷൻ ലോകമാകെ വിറപ്പിക്കവേ, ഭഗവാനെ തവ പത്നിയായ ഭൂമിദേവിയെയും വെള്ളത്തിങ്കൽ മുക്കിയവൻ യാത്ര തുടർന്നു. വരുണനിൽ നിന്നും തവ കഥകളെ അറിഞ്ഞവൻ കരുണാകരനെ തേടി ഓടി നടന്നു. ഭക്തന്മാർക്കു ദർശനത്തെ നൽകുന്നോരൻ ഭഗവാനെ, ദയാസിന്ധോ മമ രോഗം തടുത്തിടണേ. നാരായണ 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 ഗുരുവാദേശ.